നമസ്കാരം, കോമ്പറ്റിംഗ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CC ഓണം നല്ലോണം പഠിച്ചോണം. SSCയുടെ കുറേ പരീക്ഷകളുടെ ഡേറ്റ് വന്നു, എന്നാൽ കുറച്ച് പരീക്ഷകളുടെ ഡേറ്റ് വരാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം SSC CGLന്റെ ഡേറ്റ് എന്നായിരിക്കും. എല്ലാവരുടെയും മനസ്സിലുള്ള സംശയം അതാണ്, എന്ന് CGL വരും. ഇനി CGL വരുന്ന ഡേറ്റ് എങ്ങനെ മനസ്സിലാക്കാം? അതിന് മുന്നേ ഏത് പരീക്ഷയുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ഡേറ്റ് ഏതാണ്, ഷെഡ്യൂൾ എന്താണ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇതുവരെ വന്നിട്ടുള്ള സെനോഗ്രാഫറിന്റെയും സെലക്ഷൻ പോസ്റ്റിന്റെയും ഡേറ്റ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? CGLന്റെ ഡേറ്റ് എന്നായിരിക്കും മനസ്സിലാക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് എന്ത് വന്നത്? ഈ പറയുന്ന സെലക്ഷൻ പോസ്റ്റിന്റെ ഡേറ്റ് വന്നത്. ഓൾറെഡി ആപ്ലിക്കേഷൻ ടൈം എല്ലാം കഴിഞ്ഞതാട്ടോ, ഇപ്പൊ ഡേറ്റാ വന്നേക്കുന്നത്. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്ക് CGLന്റെ ഡേറ്റ് മനസ്സിലാക്കാം. ഇനി നടക്കാൻ പോകുന്നത് SSC സെനോഗ്രാഫർ, സെലക്ഷൻ പോസ്റ്റ്, CGL. അതില് സെനോഗ്രാഫറുടെയും സെലക്ഷൻ പോസ്റ്റിന്റെയും ഡേറ്റ് വന്നു കഴിഞ്ഞു. എന്തൊക്കെയാണെന്നല്ലേ നമുക്ക് നോക്കാം. SSC സെനോഗ്രാഫർ എക്സാമിനേഷൻ എക്സാം ഡേറ്റ് സെപ്റ്റംബർ 9 മുതൽ സെപ്റ്റംബർ 12 വരെയാണ്. ഇവിടെ സെനോഗ്രാഫർ എന്ന് പറയുന്ന പരീക്ഷയും ഈ പറയുന്ന CGL എന്ന് പറയുന്ന പരീക്ഷയും ഇതെല്ലാം CBT പരീക്ഷകളാണ്. ഇതിനു വേണ്ടി പഠിക്കുന്ന കുട്ടികൾ ഈ സമയത്ത് പരീക്ഷ വരാൻ പോവുകയാണ്. നിങ്ങൾ റെഗുലർ ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ, ഒരുപാട് സമയമൊന്നും ബാക്കിയില്ല, ഓൾറെഡി ഓഗസ്റ്റ് ആയി, അടുത്ത മാസമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കുറെ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. പിന്നെ എന്താവണം? പരീക്ഷയെ മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ അവസാന പരീക്ഷയോട് അടുക്കുമ്പോൾ ചെയ്യേണ്ടത്. അതിന് സെനോഗ്രാഫർ പരീക്ഷ എന്നോ CGL പരീക്ഷ എന്നോ PSC പരീക്ഷ എന്നോ അങ്ങനെ ഒന്നുമില്ല. പരീക്ഷയാണോ, അവസാനത്തെ മാസമാണോ, അവിടെ നോക്കേണ്ടത് PYQ പ്ലസ് മോക്ക് ടെസ്റ്റ്, PYQ മോക്ക് ടെസ്റ്റ്, PYQ മോക്ക് ടെസ്റ്റ്. അതിന്റെ ഉള്ളിൽ റിവിഷൻ ആണ് നടക്കേണ്ടത്. സോ അവസാനത്തെ മാസത്തിൽ റിവിഷൻ നടത്തുക. നിങ്ങളിപ്പോ ചെയ്യേണ്ടത് മാത്സിലൊക്കെ സ്പീഡ്, ആക്യുറസി കൂട്ടുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം റിവൈസ് ചെയ്യുക. PYQ കിട്ടുന്നത്, മോക്ക് ടെസ്റ്റ് കിട്ടുന്നത് റിവൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. സോ സെപ്റ്റംബർ 9 മുതൽ 12 വരെയാണ്. അതിനുശേഷം ഇപ്പൊ വന്നിട്ടുള്ളത് സെലക്ഷൻ പോസ്റ്റുകളാണ്. 26 വരെ, സെപ്റ്റംബർ 26 വരെ, 16 മുതൽ 26 വരെ സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാം ആണെങ്കിൽ എപ്പോഴായിരിക്കും CGLന്റെ എക്സാം വരാൻ സാധ്യതയുള്ളത്? എക്സ്പെക്ടഡ് ഡേറ്റ് സെപ്റ്റംബർ അവസാനത്തെ ആഴ്ചയോ ഒക്ടോബർ ആദ്യവും ആവാനാണ് സാധ്യത. ഇതിലൊക്കെ മാറ്റം ഉണ്ടാവാം, ടെന്റേറ്റീവ് ഡേറ്റ് ആണ്. പക്ഷെ ഈ പാറ്റേൺ നോക്കൂ, ഏകദേശ പാറ്റേൺ നോക്കൂ. 9 മുതൽ 12 വരെ, 6 മുതൽ 26 വരെ, 16 മുതൽ 26 വരെ. 26-ന് ശേഷമല്ലേ പരീക്ഷ നടത്താൻ പറ്റുള്ളൂ. ഒക്ടോബർ ആദ്യമാവും. ഒക്ടോബർ മാസത്തിലേക്ക് പ്രതീക്ഷിക്കാം. CGL കുറച്ചുകൂടെ വലിയ പരീക്ഷയായതുകൊണ്ട് കുറച്ചുകൂടെ ഷിഫ്റ്റുകളും കുറച്ചുകൂടെ ദിവസങ്ങളും ഉണ്ടാവാം. ഓക്കെ, എന്തോ ആവട്ടെ, സമയം ഇനി ഇല്ല. ഈ പരീക്ഷകളെല്ലാം എഴുതുന്ന ആളാണെങ്കിൽ ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത് എന്താ? ഈ പറയുന്ന പോലെ പെൻഡിങ് ടോപ്പിക്കുകൾ തീർക്കുക, PYQs എടുക്കുക, മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. ഈ പ്രോസസ്സിൽ വിശ്വസിക്കുക എന്നുള്ളതാ. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പ്രോസസ്സിൽ വിശ്വസിക്കുക. ലേറ്റ് സെപ്റ്റംബറിലോ ഏർലി ഒക്ടോബറിലോ നമ്മൾ SSC CGL പ്രതീക്ഷിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബാക്ക് ടു ബാക്ക് എക്സാംസ് വരാൻ പോവാ. സെനോഗ്രാഫർ വരുന്നു, സെലക്ഷൻ പോസ്റ്റ് വരുന്നു, CGL വരുന്നു. CGLന്റെ തൊട്ടുപുറകെ അടുത്ത ആൾ വരും, +2 കാരൻ. ആരാ? CHSL വരും. അതിന്റെ തൊട്ടുപുറകെ അടുത്ത ആൾ വരും, ആരാ? MTS വരും. ചറപറ പരീക്ഷകളാണ് വരുന്നത്. പക്ഷെ ഇതിനെല്ലാത്തിന്റെയും സിലബസ് തമ്മിൽ ഭീകരമായിട്ടുള്ള ബന്ധമുണ്ട്. ഏതാണ്ട് ഒരേ സിലബസ്, എക്സാം പാറ്റേണിൽ വ്യത്യാസമുണ്ട്, മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസമുണ്ട്. പക്ഷെ സിലബസ് ടോപ്പിക്സ് ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഡെപ്തിൽ വ്യത്യാസമുണ്ട്. CGLന്റെ ഡെപ്ത് ഒന്നും MTSനില്ല. MTSനേക്കാൾ ഡെപ്ത് കൂടുതലാണ്, അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ കാഠിന്യം, ഡിഫിക്കൽട്ടി കൂടുതൽ തന്നെയാണ് CGL. എന്നാലും സിലബസ് ടോപ്പിക്സ് ഏതാണ്ട് ഒരുപോലെ ആണ്. ഇത് മനസ്സിലാക്കുക. സോ ഇനി വലിയ സമയമൊന്നുമില്ല, ഡെയിലി ബേസിൽ പഠിച്ചേ പറ്റുള്ളൂ. എന്ത് സമയം മുടക്കാൻ പറ്റുമോ മുടക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ നേരത്ത്, സ്കൂളിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4:30 വരെ നമ്മളിരുന്ന് പഠിക്കുമായിരുന്നു. പക്ഷെ നിങ്ങളെ ജീവിതം കഴിച്ചിലാക്കാൻ പോകുന്ന, നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എത്ര നേരം പഠിക്കുന്നുണ്ട്? അയ്യോ സമയമില്ല, 2 മണിക്കൂർ പഠിക്കാനേ സമയമുള്ളൂ, 3 മണിക്കൂർ പഠിക്കാനുള്ള സമയമുള്ളൂ. ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞിരിക്കുന്നവര് ചറപറ പരീക്ഷകൾ മുന്നിൽ വരാനുള്ളപ്പോ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുക. ഇതിന്റെ ഇടയിൽ എന്തും കൂടെ വരും, റെയിൽവേയുടെ പരീക്ഷകളും വരും. സെയിം പാറ്റേൺ. സോ സ്റ്റെനോഗ്രാഫർ, സെലക്ഷൻ പോസ്റ്റ്, CGL, CHSL, MTS, അടുത്ത വർഷത്തെ RRB NTPC പരീക്ഷ, അടുത്ത വർഷത്തെ RRB ഗ്രൂപ്പ് D പരീക്ഷ.
ഇത്രയും പരീക്ഷകൾ സെയിം സിലബസിൽ വരുമ്പോ പഠിക്കാത്തവൻ മണ്ടനാണോ അല്ലയോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ചെയ്യേണ്ടത് എന്താ? ഡെയിലി റിവൈസ് ചെയ്യുക. GK ടോപ്പിക്കുകൾ, ഇംഗ്ലീഷ്, അതുപോലെ കണ്ടന്റ് ഹെവി ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഡെയിലി റിവൈസ് ചെയ്യുക. അതുപോലെ ചെയ്തു നോക്കേണ്ട പരീക്ഷകൾ ഏതൊക്കെയാ? മാത്സ്, റീസണിങ്, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. മാക്സിമം PYQ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എത്ര PYQ ഉണ്ടോ അത്രയും PYQ ചെയ്യുക. ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. CGL ഇത്തവണ സെക്ഷണൽ ടൈമർ വന്നു. സോ ഇറ്റ്സ് എ ഗെയിം ഓഫ് ടൈം. ടൈം മാനേജ്മെന്റ് ഇല്ലാത്തവൻ അവിടെ ജയിക്കാൻ പോകുന്നില്ല. CGLന്റെ കട്ട് ഓഫ് കൂടി വന്നപ്പോൾ SSCക്ക് മനസ്സിലായി ഈ പരിപാടി നടക്കില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? പിള്ളേരൊന്ന് പിടിക്കേണ്ട വരും. പിള്ളേർ കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പയർഡ് ആക്കേണ്ടി വരും. എന്നാൽ മാത്രമേ കട്ട് ഓഫ് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇത് അവർ ഈസിലി വന്നിട്ട് GK ഒഴിവാക്കുന്നു, മാത്സ് അടിക്കുന്നു, മാർക്ക് അടിക്കുന്നു, ജയിക്കുന്നു, പോകുന്നു. ഇതൊന്നും നടക്കില്ല. ഇനി ടൈമർ വെച്ചു. മാത്സ് 25 മിനിറ്റ് കൊണ്ട് ചെയ്താൽ മതി. ആ രീതിയിലേക്ക് 15 മിനിറ്റ് കൊണ്ട് ചെയ്താൽ മതി. 25 ക്വസ്റ്റ്യൻ പറ്റുന്നത് മതി. ആ രീതിയിലേക്ക് ആയപ്പോ ഇനി അങ്ങോട്ട് എക്സാമിന് തയ്യാറാക്കുന്ന രീതിയിലേക്ക് വേണം നമ്മൾ റെഡി ആവാൻ വേണ്ടിയിട്ട് മാക്സിമം. എങ്ങനെ എക്സാമിന് തയ്യാറാവുക? സിലബസ് പഠിച്ചാൽ എക്സാമിന് തയ്യാറാവില്ല. മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ എക്സാമിന് തയ്യാറാവുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എക്സാമിന് തയ്യാറാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. യുവർ ഇമ്മീഡിയറ്റ് ആക്ഷൻ പ്ലാൻ എന്തായിരിക്കണം? സ്റ്റെപ്പ് 1, കംപ്ലീറ്റ് പെൻഡിങ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, ഡെയിലി റിവിഷൻ തുടങ്ങുക, മാക്സിമം PYQ ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? പെൻഡിങ് സിലബസ് ഒരു പരിധിയുണ്ട്. പെൻഡിങ് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കരുത്. PYQ വെച്ചിട്ട് ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുക, പഠിക്കുക. അതാണ് അവിടെ പോകേണ്ടത്. ഡെയിലി റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക, തെറ്റിപ്പോവും, തെറ്റ് കണ്ടുപിടിക്കുക, റിവൈസ് ചെയ്യുക. വീണ്ടും തെറ്റിപ്പോവും, തെറ്റ് കണ്ടുപിടിക്കുക, റിവൈസ് ചെയ്യുക. ടോപ്പിക്കുകൾ വിട്ടുപോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ടിക്കിട്ട് പഠിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദ്യം വളരെ കുറവാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിന് എന്തായാലും ചോദ്യം വരും അല്ലെ? അങ്ങനത്തെ ഏരിയാസ് കണ്ടുപിടിക്കുക. നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണ്? നമ്പർ സിസ്റ്റം സ്ട്രോങ് ഏരിയ അല്ല, വിട്ട് കളയരുത്, പെടും. കാര്യം എന്താ? സിംപ്ലിഫിക്കേഷനും നമ്പർ സിസ്റ്റവും അറിയാതെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ മാത്സിൽ. GKയില് സ്റ്റാറ്റിക് GK വിട്ട് കളയരുത്, കറണ്ട് അഫയർ വിട്ട് കളയരുത്. ലാസ്റ്റ് 6 മാസത്തെ കറണ്ട് അഫയർ വെള്ളം പോലെ പഠിക്കണം. ലാസ്റ്റ് 1 കൊല്ലത്തെ കറണ്ട് അഫയർ നോക്കി വെക്കണം. ഓക്കെ, ഇപ്പൊ നടന്ന ഗ്രൂപ്പ് ഡിയിൽ കുറെ കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലേ? ഇതെല്ലാം അനലൈസ് ചെയ്യുക. എന്നിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോവുക. സോ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. അത് തന്നെയാ പറഞ്ഞിട്ടുള്ളത്. ഈ സൈക്കിളാണ്, ഈ പ്രോസസ്സാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്. ഈ പ്രോസസ്സിന്റെ പുറകെ പോയാൽ നിങ്ങൾ സ്റ്റെനോയിൽ അടിതെറ്റി വീണാലും സെലക്ഷൻ പോസ്റ്റിൽ കയറാം. ഇനി സെലക്ഷൻ പോസ്റ്റിൽ അടിതെറ്റി വീണാലും CGL കിടക്കാണ്. അവിടെ അടിതെറ്റി വീണാലും CHS കിടക്കാണ്. അവിടെ അടിതെറ്റി വീണാലും MTS കിടക്കാണ്. ഇതൊന്നും നടന്നില്ലെങ്കിലും ഇത് അവിടെ അപ്പുറത്ത് ആരെടുപ്പുണ്ട്? NTPC ഉണ്ട്, ഗ്രൂപ്പ് ഡി വരാനുണ്ട്. സോ ഇതെല്ലാം നടക്കാൻ പോകുന്ന പരീക്ഷകളാണ്. അവസരമുണ്ട്, ഇല്ല എന്ന് വിചാരിക്കേണ്ട. പഠിക്കുക. സ്പീഡ്, ആക്യുറസി, ടൈം മാനേജ്മെന്റ്, അതാണ് SSCയുടെ CGLലെ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇത്ര നാളത്തെ CGL അല്ല ഇനിയുള്ള CGL. ടൈം മാനേജ്മെന്റ് ആണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് സ്പീഡിൽ കാൽക്കുലേഷൻസ് വരണം, മിസ്റ്റേക്കുകൾ മാറ്റണം, ടൈം ബൗണ്ട് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതിനെല്ലാത്തിനും ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, മോക്ക് ടെസ്റ്റ്. ടൈമർ വച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റ്. അവിടെയാണ് CC ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ ആഡ് ചെയ്തിട്ടുള്ളതിൽ ടൈമറിനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ CCയിലെ ടെസ്റ്റുകളിലെല്ലാം നിങ്ങൾക്ക് ടൈമർ വച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് തെറ്റുകൾ ഐഡന്റിഫൈ ചെയ്യാം, തെറ്റുകൾ നോക്കാം. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് അവിടെ വെച്ചിട്ടാണ്. സോ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ, നമ്മുടെ ക്ലാസ്സിലെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ നമ്മൾ കൂടുതൽ പോൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഡെയിലി വർക്കൗട്ടുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഡെയിലി വർക്കൗട്ട് ചെയ്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. തന്നെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. നിങ്ങൾ യൂട്യൂബിലോ, നിങ്ങൾ ടെലിഗ്രാമിലോ, നിങ്ങൾ വാട്സപ്പിൽ പോയി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. CC ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി വർക്കൗട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി പോൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പോരെ, അത് മതി. പക്ഷേ യു മസ്റ്റ് ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്. അപ്പോഴേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. മോക്ക് ടെസ്റ്റുകൾ എടുക്കുക, അനലൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കാൻ വേണ്ടി ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്തത്, സോ SSC സെലക്ഷൻ പോസ്റ്റിന് പഠിക്കുന്ന ആസ്പിരൻസ് ആണെന്നുണ്ടെങ്കിൽ എക്സാം നടക്കാൻ പോകുന്നത് 16-ാം തീയതി 26-ാം തീയതി ഇടയിലാണ്. 10 ദിവസമാണ്. സോ ഇനി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള, പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമുള്ളൂ. ഇനി വീണ്ടും സിലബസിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ CGL പഠിക്കുന്നവർക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. മാത്സും റീസണിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമുണ്ട്. CGL പഠിക്കുന്നവർക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. കുറച്ചുകൂടെ ലേണിംഗ് മോഡിൽ പോകാൻ പറ്റും. എക്സാം മോഡിലേക്ക് എത്തേണ്ട സമയം ഇനിയും കുറച്ച് ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ളവർക്ക് സമയമില്ല. സോ ഇനിയും സമയമുണ്ട്. തകർക്കാം.
എന്ന് വിചാരിച്ചിരിക്കരുത്. തകർക്കാനുള്ള സമയമൊന്നുമില്ല, പഠിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഇനി ദിവസം മാക്സിമം ടൈം, ഞാൻ 8 മണിക്കൂർ 10 മണിക്കൂർ എന്ന് പറയാത്തത് ജോലിക്ക് പോകുന്നവരെല്ലാവരും ഉള്ളതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നതിന് മുന്നേ ഉള്ള സമയം വെളുപ്പിരുന്ന് പഠിക്കുക. നിങ്ങൾ ജയിച്ച ഒരു ലോഡ് ഇന്റർവ്യൂ കിടപ്പുണ്ട് യൂട്യൂബിൽ, ജയിച്ച ആളുകളുടെ ഇന്റർവ്യൂ ഉള്ളൂ. ഏറ്റവും വ്യൂ ഉള്ള വീഡിയോ എടുത്തു പോയി കഴിഞ്ഞാൽ ജയിച്ച ആളുകളുടെ ഇന്റർവ്യൂ വീഡിയോ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഇന്റർവ്യൂ വീഡിയോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ജോലിക്ക് പോകുന്ന ഒരുപാട് പേർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഗവൺമെന്റ് എക്സാം കിട്ടിയിട്ടുണ്ട്. ഇവരെല്ലാം ഒരൊറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ, വെളുപ്പിനും പഠിക്കുമായിരുന്നു, വൈകുന്നേരവും പഠിക്കുമായിരുന്നു. വെളുപ്പിന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ മാറ്റി വയ്ക്കുന്നു, വൈകുന്നേരം 1.5 മണിക്കൂർ 2 മണിക്കൂർ മാറ്റി വയ്ക്കുന്നു. ഒരു കൊല്ലത്തെ ഈ കഷ്ടപ്പാട് നിങ്ങളിൽ എത്തിക്കാൻ പോകുന്ന എവിടെയാ? ഇനി ഫ്യൂച്ചറിലേക്ക് ഒരു നിലയിൽ എത്തിക്കാൻ പോവാ. സോ ഒരു കൊല്ലം കുറച്ച് ഉറക്കം രാവിലെ ഉളയ്ക്കാനും രാത്രി പഠിച്ചിട്ട് കുറച്ച് നേരത്തെ കിടക്കാനും നിങ്ങൾക്ക് പറ്റുന്നില്ലേ? നിങ്ങൾ ആ കോസ്റ്റ് ബിയർ ചെയ്യാൻ, ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൊടുക്കാൻ താല്പര്യം നിങ്ങൾക്കില്ലേ? ബുദ്ധിമുട്ടാ. അത് കൊടുത്താൽ വിജയിക്കോ? തെളിവുണ്ട്. ചറപറ യൂട്യൂബിൽ കിടക്കുന്ന ഇന്റർവ്യൂ വീഡിയോസ്. ജോലിയിൽ നിൽക്കുമ്പോൾ ജോലി കിട്ടി, വേറെ എന്തോ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഗവൺമെന്റ് ജോലി കിട്ടി എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ വീഡിയോ എടുക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഇൻസ്പയർ ആവുക, മോട്ടിവേറ്റ് ആവുക, അവരെന്താ ചെയ്തെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കാനിരിക്കുക. സോ ചറപറ പരീക്ഷ വരുന്നുണ്ട്, CGL, MTS, ഇതെല്ലാം വരാൻ പോവാണ്. ഗ്രൂപ്പ് ഡി, RRB, NTPC, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പഠിക്കുന്ന കുട്ടികളുണ്ട്, PSC പഠിക്കുന്ന കുട്ടികളുണ്ട്, അടുത്ത പോലെ LDC വരാൻ പോകുന്നുണ്ട്. ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒറ്റ തോണിയിൽ പോകാൻ പറ്റുമോ? പറ്റും. പക്ഷെ ഇതിനെല്ലാത്തിന്റെയും മദർ ഓഫ് എക്സാം എന്ന് വിളിക്കാൻ പറ്റുന്നതാണ് CGL പരീക്ഷ. CGL പരീക്ഷയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. CGLന്റെ പ്രിലിംസ് സ്ഥിരമായിട്ട് ക്വാളിഫൈ ചെയ്യുന്ന, മെയിൻസ് എഴുതുന്ന, നിങ്ങൾക്ക് ഇതിന്റെ ധാരണ പറഞ്ഞുതരാൻ പറ്റുന്ന മെന്റേഴ്സിന്റെ കൂടെ സിലബസ് കവർ ചെയ്യാനുള്ള ലൈവ് ക്ലാസ്സുകൾ, സിലബസ് കവർ ചെയ്യാനുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ, ഡെയിലി ബേസിലുള്ള ലൈവ് ക്ലാസ്സുകൾ, ഡെയിലി ബേസിൽ വർക്കൗട്ട്സ്, പോള്, മെന്ററിന്റെ ഭാഗത്തുനിന്നുള്ള അഡ്വൈസ്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഇത് പഠിപ്പിക്കാൻ പറ്റുന്ന ഫാക്കൽറ്റീസിന്റെ എല്ലാം കൂടെ ഇരുന്ന് പഠിക്കാൻ താല്പര്യമുണ്ടോ? ഞങ്ങളുടെ കൂടെ പോന്നോളൂ. ഞാൻ ഈ PPTയിൽ കാണിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളുമാണ് ഈ പരീക്ഷ ജയിക്കാൻ വേണ്ടത്. അത് തരാനും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാനും SCC റെഡിയാണ്. നിങ്ങൾ റെഡിയാണ്, ഞങ്ങളോട് കൂടിക്കോളൂ. ഈ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. ഏറ്റവും പുതിയ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓണത്തിന്റെ ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരം കളയാതിരിക്കുക. ഫിനാൻഷ്യലി ഇതാണ് ബെസ്റ്റ് ടൈം. പഠിക്കാൻ റെഡി ആണോ? അതും ബെസ്റ്റ് ടൈം ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. CC ഓണം, നല്ലോണം പഠിച്ചോണം.